തോന്നുന്നുണ്ടോ? വൈ കുറച്ചുമ്പോഴല്ലോ പറഞ്ഞേ. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. ഞങ്ങൾ ആതിര നോക്കിക്കോണം. പൊന്നുപോലെ നോക്കുക. ഓ പോളി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് പോവാണ്. ആലപ്പുഴയിലാണ് അവളുടെ വീട്. അപ്പോൾ ഹിന്ദു എൻഗേജ്മെന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരാം. യെസ്. അപ്പൊ ഗൈസ് എന്റെ ഫ്രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മനശ്രീ. സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പോകുന്ന വഴിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയം കൊണ്ട് നമ്മൾ കല്യാണത്തിന് സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആതിരയുടെ ഓഡിറ്റോറിയം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് ഞങ്ങളൊന്ന് ഒതുക്കിയതാ. എന്തിനാന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ചെറുതായിട്ടൊന്ന് ടച്ചപ്പിന് വേണ്ടിട്ട് ഞങ്ങളൊന്ന് ഒതുക്കിയതാണ് വണ്ടി. ഞങ്ങൾക്ക് 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തും അല്ലെ മനു? അപ്പൊ ഗൈസ് ഞങ്ങൾ ആതിരക്കുട്ടീനെ ഇനി കാണാൻ പോകും. അപ്പൊ അവളെ കാണുന്ന ഒരു മൊമെന്റ് ഞാൻ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കറക്റ്റ് സമയം വിമാനത്തിൽ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ആതിരക്കുട്ടി. ആതിരയുടെ എൻഗേജ്മെന്റ് ആണ്. ഒന്ന് മുടിയൊക്കെ കാണിച്ച്. എന്റെ മോനെ സുന്ദരിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? പക്ഷെ അടിപൊളിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ഭയങ്കര കല്യാണം ആയതുകൊണ്ട് എന്ത് പറയണേ? നമ്മളെപ്പോ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും വാട്സപ്പ് നോക്കിയാലും അവളെ ഫസ്റ്റ് ഇടുന്നൊരു സാധനമാണ് 11 വിഷ്. അവള് വിഷ് ചെയ്ത് എടുത്ത് മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് ചടക്കനാന്ന് തോന്നുന്നു. സംസാരിച്ചു നോക്കിയപ്പോഴത്തേക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ്, സ്നേഹിക്കുന്ന ഒരാളാണെന്ന് തോന്നി. അപ്പൊ ആലോചിച്ച് കണ്ട് യെസ് പറഞ്ഞു. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദമന ശുഭ സുമനല ഇവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം കാമയേ. മനു കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? വൈ കുറച്ചുമ്പോഴല്ലോ പറഞ്ഞേ. ചെറുതായിട്ട് ഇത് കണ്ടിട്ടാണ് ചെറുതായിട്ടൊക്കെ തോന്നുന്നു. അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്താ എനിക്ക് പറയാനുള്ളത്? നല്ല രസമുണ്ട് കാണാൻ. ചുണ്ടടിയായിട്ടുണ്ട്. അടുത്ത കല്യാണം സ്റ്റേജിലോട്ട് കയറാൻ പോവാണ് അല്ലെ? ഫോട്ടോ സെക്ഷൻ. നമുക്ക് സദ്യ ഇഷ്ടമാണ്. സദ്യക്ക് വേണ്ടി വന്ന ഞാൻ പായസം അല്ല, ഞാൻ കല്യാണം എൻഗേജ്മെന്റിന് വന്നതാണ്. ആദ്യം ഞങ്ങളെ പേടിപ്പിക്കുന്നത് ഞങ്ങളെ പേടിപ്പിക്കണേ. ഹാപ്പി മാരീഡ് ലൈഫ്. ആതിര എൻഗേജ് ആയി കേട്ടോ. ഞങ്ങൾ ആതിര നോക്കിക്കോണം. പൊന്നുപോലെ നോക്കുക. ഓ പോളി. നിന്നെ അവള് നോക്കും. ഫോട്ടോ എടുക്കാം. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം,
കൊടുക്കുമ്പോൾ വി ആർ ഓൾസോ ഹാപ്പി. അങ്ങനെ കേസ് അവിടുന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സദ്യ കഴിക്കൽ ചടങ്ങിലോട്ട് കിടന്നു. അടിപൊളി സദ്യയായിരുന്നു. മാത്രമല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. അതെ, അവളുടെ എൻഗേജ്മെന്റിന് എനിക്ക് കാണിച്ചു തരണേ. നോൺ വെജ് ഞങ്ങള് സദ്യ ഒള്ളി വെജ്. കുഴപ്പമില്ല. ഐ ലവ് നോൺ വെജ്. എന്ത് പായസമാണ്? ഇത് ഗോതമ്പ് പായസം. ഭയങ്കര മധുരമുള്ള എന്തോ ഒരു പായസം കേസ്. ഇത് അടിപൊളി പായസമായിരിക്കും കേട്ടാ. ഇത് കൊള്ളാം. എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിത് തിരിച്ചത് ഇവിടെ എത്തി. ഇവിടെ സ്ഥലം കല്ലറ. കല്ലറയിൽ എത്തി. ഇപ്പൊ ഇനി ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു റിസപ്ഷനൊക്കെ? കെട്ടണം തോന്നിയാ? ഇല്ല, കെട്ടണം തോന്നിയില്ല. എല്ലാ തോന്നലും പോയത്. എന്റെ എല്ലാ തോന്നലും പോയതൊക്കെ ഒരുങ്ങിയാ മതി. അതെ, വല്ല ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയാം, കല്യാണം കഴിക്കുന്ന പോലെ നിക്കാന്നൊക്കെ. അപ്പൊ ഗൈസ്, ഞാൻ എന്റെ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ എന്ത് ഇതിനൊക്കെ പറയണേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിൽ കയറുന്ന ബെല്ലൊക്കെ എന്തൊക്കെ ചെയ്യണം ഗൈസ്. അപ്പൊ നിങ്ങൾ എന്റെ നെക്സ്റ്റ് വ്ലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ബൈ.